ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ഡ്രോയിങ് ഈ പേപ്പറിൻ്റെ ഫുള്ളായിട്ട് വരയ്ക്കുന്നില്ല. അതായത് നമ്മൾ ഈ A4 സൈസിൽ ഫുള്ളായിട്ട് വരയ്ക്കുന്നില്ല. നമ്മൾ ഏകദേശം ഒരു നടുവിലായിട്ട് വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഗ്രിഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കണമെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഔട്ട്ലൈൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു റെഫറൻസ് ഇമേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇമേജ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ വരച്ചേക്കുന്ന ആ രീതിയും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ ഗ്രിഡ് ലൈൻസ് വരച്ചേക്കുന്ന ഒരു സ്പേസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കണ്ണ്, മൂക്ക്, ചുണ്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ ക്രോസ് ലൈൻസ് വരച്ചിട്ടാണ്, ഗ്രിഡ് ലൈൻസ് വരച്ചിട്ടാണ് നമ്മൾ ഈ ഔട്ട്ലൈൻ ചെയ്യുന്നത്. കുറച്ചുകൂടെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാനും തെറ്റിപ്പോകാണ്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഗ്രിഡ് ലൈൻസ് വരച്ച് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇതിൻ്റെ എല്ലാം റെഫറൻസ് ഇമേജ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എടുത്തിട്ട് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ഈ ഭാഗമാണ് വരച്ച് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ കണ്ണ് വരയ്ക്കാൻ മിക്കവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ രീതിയിൽ ഗ്രിഡ് ലൈൻസ് വരച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു ഈസി ആയിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ ഔട്ട്ലൈൻ ചെയ്ത് ഇവിടെ കാണിക്കുന്നത്. കണ്ണ്, മൂക്ക്, അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഈസി ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെയാണ് വരച്ച് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ നമ്മളിവിടെ ഒരുപാട് സ്പീഡിലൊന്നും കാണിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കുക, നിങ്ങൾക്ക് റിപ്ലൈ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് നമ്മൾ കളർ പെൻസിൽ ഉപയോഗിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരുപാട് പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കളർ പെൻസിൽ ഉപയോഗിച്ച് ഡ്രോയിങ് ചെയ്യുക. പിന്നെ ഈ ഒരു മോഹൻലാലിൻ്റെ ഡ്രോയിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എമ്പുരാൻ എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ ഡ്രോയിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഒരു മൂവിയിലെ, അതായത് നമ്മൾ എമ്പുരാൻ്റെ ആ ഒരു മൂവി ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ആ ഒരു ഡ്രോയിങ് ചെയ്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്തിട്ട് അത് ചെയ്യാം എന്ന് കരുതിയത്. ഇതിന് മുമ്പ് നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചാനലിൽ. അപ്പം പുതിയതായിട്ടാവുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കളർ പെൻസിൽ ഡ്രോയിങ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഡ്രോയിങ് ഒക്കെ ചെയ്യാവുന്നതാണ്. നമ്മൾ മമിത ബൈജുവിൻ്റെ ഒക്കെ ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിജയുടെ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ആവേശം മൂവിയിലെ ഡ്രോയിങ് ഒക്കെ നമ്മൾ കളർ പെൻസിൽ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇടയ്ക്ക് ഓരോ ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു ഡ്രോയിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ ഏതൊക്കെ മെറ്റീരിയൽസ് വാങ്ങണം, അല്ലെങ്കിൽ ഡ്രോയിങ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ് ആയിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് പോവുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ ഒന്നുകൂടെ നോക്കുക. നിങ്ങൾ റെഫറൻസ് ഇമേജായിട്ട് ഒന്നുകൂടെ നോക്കിയിട്ട് എവിടെയെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്ന സമയത്ത്, വരച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഔട്ട്ലൈന് കറക്റ്റായിട്ട് വരുന്നില്ല എന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല, നമ്മളത് ഫുള്ളായിട്ട് വരച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ശരിയായി എന്നുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് ഒരു ഔട്ട്ലൈൻ ചെയ്തിട്ട് മാത്രം കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്താൽ മതി. നമ്മൾ ആദ്യം തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് വരുമ്പോൾ കറക്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു സമയം പോവും. അപ്പം ഔട്ട്ലൈന് ഈ പറഞ്ഞ പോലെ നമ്മൾ വരച്ച് തുടങ്ങുന്ന സമയത്ത് ഷേപ്പിലൊക്കെ വ്യത്യാസമായിട്ട് തോന്നും. പക്ഷേ അങ്ങനെയല്ല, അത് ഫുള്ളായിട്ട് നിങ്ങൾ വരച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ശരിയാക്കിയാൽ മതി.
അപ്പോൾ നിങ്ങൾ ഇത്രയും കണ്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക ഔട്ട്ലൈന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക, നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം അടുത്ത ദിവസമൊക്കെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കളർ പെൻസിൽ ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് കളർ പെൻസിൽ ഉപയോഗിച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ കളർ പെൻസിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരെണ്ണം വാങ്ങി വെക്കുക കേട്ടോ. ഡോംസോ ആർട്ട്ലൈനൊക്കെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. എൻ്റെ കയ്യിലുള്ളത് ബ്രിസ്റ്റോയുടെ കളർ പെൻസിലാണ്. അപ്പം അത് കുറച്ച് റേറ്റ് വരുന്ന പെൻസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ ഡോംസോ ആർട്ട്ലൈൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം.